അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാൻ വീറ്റ് പൊറോട്ട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ ആദ്യം എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ നല്ലെണ്ണ എടുത്താലും മതി. ആദ്യം എടുത്തത് മാത്രമേ റൈസ് ബ്രാൻ ഓയിൽ എടുത്തുള്ളൂ. പിന്നെ എല്ലാം ഞാൻ നല്ലെണ്ണയാണ് എടുത്തത് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയും എടുത്തിട്ട് ഞാൻ നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തു. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ കുഴച്ചെടുത്തു കേട്ടോ. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിനെയാണ് കുഴച്ചെടുത്തത്. അതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റാക്കി കൊടുത്തു കേട്ടോ. നല്ല സോഫ്റ്റാക്കി കൊടുത്തേ. ഇടിച്ച് കുഴച്ച് ഞാനൊരു പൊറോട്ട ഉണ്ടാക്കാനോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒഴിക്കുന്നതൊക്കെ നല്ലെണ്ണയാണ് കേട്ടോ. കാരണം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ നല്ലെണ്ണയെ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പൊറോട്ടയ്ക്ക് എല്ലാവരും പറഞ്ഞു സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാൻ. ഞാൻ അപ്പോഴും നല്ലെണ്ണയാണ് യൂസ് ചെയ്തത് കേട്ടോ. ഏകദേശം കുറച്ചൊന്ന് കുഴച്ച് വെച്ച് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നമ്മുടെ എന്താ പറയുക, ആദ്യം പൊടിയിട്ടിട്ടൊന്ന് നോക്കി, പക്ഷെ അത് ഫെയിലായി. അതിന് ശേഷം ഞാൻ നല്ലെണ്ണ ഒഴിച്ച് അതിലേക്കൊരു ഉരുള ഒഴിച്ച് ഞാനിങ്ങനെ പരത്തി എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഞാൻ വീശി അടിക്കാനൊന്നും പോയില്ല. മാക്സിമം കനം കുറച്ച് ഞാൻ പരത്തിയെടുത്തു. എന്നിട്ട് പിന്നെ നമ്മുടെ ഒരു കത്തി വെച്ചിട്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ വാറ് പോലെ ഇങ്ങനെ കീറിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. നല്ലെണ്ണയാണ് മുകളിൽ ഞാൻ പിന്നെയും ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. ഇങ്ങനെ ആക്കി പിന്നെ അതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ശരിക്കും പറഞ്ഞാൽ ഇത് പൊറോട്ട പോലെയൊന്നും ആയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് എണ്ണയുടെയും അതുപോലെ ഇങ്ങനെ കനം കുറച്ച് പരത്തിയ കാരണമാണോ ഇതൊക്കെ ഉണ്ടായെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പൊറോട്ട പോലെ അലുകലുക പോലെയൊന്നും ആയില്ല കേട്ടോ. ഞാനിതിങ്ങനെ ചുരുട്ടിയൊക്കെ എടുത്ത് പിന്നെ ഒന്ന് ആക്കി ഒന്ന് ലോക്കാക്കി ഒന്ന് കൈ വെച്ച് പിന്നെ ആക്കി പതുക്കെ ഒന്ന് പരത്തി കൊടുത്തു. പിന്നെ ഇത് ഞാൻ അടുപ്പത്ത് നമ്മുടെ ചപ്പാത്തി കല്ല് വെച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഇത് 2-3 എണ്ണമായപ്പോൾ ഇതിങ്ങനെ അടിച്ചൊക്കെ കൊടുത്തു. പക്ഷെ എന്നാലും ലെയർ പോലെയൊന്നും ആയില്ല. പക്ഷെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ പൊട്ടി പൊട്ടി പോരായിരുന്നു ചപ്പാത്തി ചെയ്തിരുന്നത്. ചപ്പാത്തിയല്ല, പൊറോട്ട ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാനത് നമ്മുടെ ചിക്കനും അതുപോലെ നമ്മുടെ കുമ്പളങ്ങ കൂട്ടാനും കൂടിയിട്ടാണ് കഴിച്ചത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തി കേട്ടോ. വീട്ടിലുള്ളവർ പറഞ്ഞു നന്നായിട്ടുണ്ട്, പൊറോട്ട ആയില്ലെങ്കിലും ടേസ്റ്റിനൊട്ടും കുറവില്ല എന്ന് പറഞ്ഞു. എന്നാലും പൊറോട്ടയല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ, വീറ്റ് ചപ്പാത്തി.